ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 33. ജാതിരേകാ മനുഷ്യാണാം മതമേകമനിന്ദിതം ദേവോപ്യേകഃ സമാസേന ജാതിരാദൗ നിരൂപ്യതേ. അനേക വ്യക്തിഷു സ്യൂതം തദ് വ്യാവർത്തകലക്ഷണം താസു വ്യക്തിഷു സാ ജാതിർ ദോഷത്രയ വിലക്ഷണ. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ജവാം യഥാ നൈവ സാ ബ്രാഹ്മണത്വാദി യൗകികത്വാദ് വിമൃശ്യതാം. കഴിഞ്ഞ ശ്ലോകത്തില് ശ്ലോകം 15 ശിഷ്യന്മാർ 3 പ്രകാരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ പറയുന്നുണ്ട്. മതേ ദ്വേഷാത്ത്, ജാതു വിരോധാത്ത്, ഈശേ വികൽപ്പനാത്ത്. ഈ ലോകത്ത് കാണപ്പെടുന്ന മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ജാതികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ഈശ്വര വിശ്വാസത്തിൽ, ഈശ്വര സങ്കല്പത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണുന്നു. ഇവയെ എങ്ങനെ സമന്വയം ചെയ്യാമെന്നായിരുന്നു ശിഷ്യന്മാരുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ് ശ്ലോകം 33 മുതൽ. 33-ാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നു, മനുഷ്യാണാം സമാസേന ജാതി ഏക. മനുഷ്യർക്ക് പൊതുവെ ഒറ്റ ജാതിയേ ഉള്ളൂ. അനിന്ദിതം മതമേകം, ശ്രേഷ്ഠമായിരിക്കുന്ന മതം അതും ഒന്നേ ഉള്ളൂ. ദേവ അപി ഏകഭവതി, ദൈവവും ഒന്നേ ഉള്ളൂ. ആദൗ ജാതി നിരൂപ്യത, ഇവയിൽ ജാതിയെ പറ്റി ആദ്യം ചിന്തിക്കാം. അപ്പൊ ജാതികളും മതങ്ങളും ഈശ്വര സങ്കല്പവും ഇവയിൽ കാണുന്ന വൈരുദ്ധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വൈരുദ്ധ്യങ്ങൾ യാതൊരു പ്രകാരത്തിലും ഇല്ല തന്നെ. മനുഷ്യർക്ക് ജാതി ഒന്നാണ്, മനുഷ്യരുടെ മതം ഒന്നാണ്, ദൈവം ഒന്നാണെന്ന് അസന്നിഗ്ധമായിട്ട് ഇവയെല്ലാം ഒന്നു തന്നെ എന്ന് ഗുരുദേവൻ പറയുന്നു. അതേ തുടർന്ന് എന്താണ് ജാതി എന്ന് ആദ്യമായിട്ട് നിർവചനം ചെയ്യുന്നു. ശ്ലോകം 34-35. അനേക വ്യക്തിഷു സ്യൂതം തദ്വ്യാവർത്തക ലക്ഷണം താസു വ്യക്തിഷു സാ ജാതിർ
ദോഷത്രയ വിലക്ഷണ. 34-ാമത്തെ ശ്ലോകമാണ്. അതിന്റെ അന്വയാർത്ഥം അനേക വ്യക്തിഷു സ്യൂതം. അനേക വ്യക്തികളിൽ, ഒരുപാട് വ്യക്തികളിൽ അനുസ്യൂതമായി അടങ്ങിയിരിക്കുന്ന തത്, അത് വ്യാവർത്തക ലക്ഷണം, വ്യാവർത്തക ലക്ഷണത്തോട് കൂടിയ ജാതി എന്നറിയപ്പെടുന്നു. താസു വ്യക്തിഷു സാ ജാതി ദോഷത്രയ വിലക്ഷണ. ആ വ്യക്തികളിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്രകാരമുള്ള ജാതി 3 പ്രകാരത്തിൽപ്പെട്ട ദോഷങ്ങൾ ഇല്ലാത്തതാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ജാതിയെ ഗുരുദേവൻ നിർവചനം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒന്നിനെ കുറിക്കുന്നതല്ല, ഒരു വ്യക്തിയെ കുറിക്കുന്നതല്ല, ഒരു കൂട്ടത്തെ കുറിക്കുന്ന ഒന്നിനെയാണ് ജാതി എന്ന് പറയുന്നത്. അത് എന്തുമാകാം, മനുഷ്യരുടെ കൂട്ടമാകാം, മൃഗങ്ങളുടെ കൂട്ടമാകാം, ഏതെങ്കിലും ഒരു പൊതു സ്വഭാവത്താൽ കോർത്തിണക്കപ്പെട്ട ഒരു കൂട്ടം, അതിനെ നമ്മൾ ഒരു ജാതി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അനേക വ്യക്തിഷു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വ്യക്തികളിൽ, ആ വ്യക്തികളെല്ലാം പൊതുവായിട്ട് അടങ്ങിയിരിക്കുന്ന, ആ വ്യക്തികളിലെല്ലാം തന്നെ ഒരു കൂട്ടം എടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ എല്ലാ വ്യക്തികളിലും പൊതുവായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നുണ്ട്. അതിനെ ജാതി എന്ന് പറയുന്നു. ആ ജാതി എന്താണ്? അത് വ്യാവർത്തക ലക്ഷണമാണ്. വ്യാവർത്തക ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാവർത്തകം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ഘടകത്തെയാണ് വ്യാവർത്തകം എന്ന് പറയുന്നത്. നമ്മൾ കുറെ ആളുകളെ കാണുന്നു. ആ ആളുകളിൽ ഈ വ്യക്തി മറ്റു വ്യക്തികളിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. ഈ വ്യക്തിയെ മറ്റു വ്യക്തികളിൽ നിന്ന് ഭിന്നനാക്കുന്ന അതിനെയാണ് വ്യാവർത്തനം ചെയ്യുക എന്ന് പറയുക. അപ്പൊ അനേക വ്യക്തികളിൽ നിലനിൽക്കുകയും ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജാതി എന്ന് പറയുന്നത്. ആ ജാതിയാകട്ടെ 3 പ്രകാരത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാതായി തീരണം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഇതൊരു നൈയായിക ഭാഷയിലാണ് ഈ ശ്ലോകം പറഞ്ഞിട്ടുള്ളത്. നൈയായിക ഭാഷ എന്ന് പറഞ്ഞാൽ താർക്കിക സംബന്ധമായിട്ട്. നമ്മുടെ മലയാളത്തിലെ തർക്കമല്ല, ഡിബേറ്റ് അല്ല. നമ്മുടെ ഭാരതത്തില് തർക്കം എന്ന് പറഞ്ഞ, ന്യായം എന്ന് പറഞ്ഞൊരു ദർശനമുണ്ട്. അപ്പൊ ആ ദർശനത്തിലൊരു മെത്തഡോളജിയാണ് ഇപ്രകാരത്തിലുള്ള ജാതി നിർവചനം. അപ്പൊ അതിന്റെ ഒരു ആശയ വിശദീകരണം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ പഠിച്ചു. അതായത് ചാതുർവർണ്ണത്തെ കുറിച്ച് പഠിച്ചു, ചാതുർവർണ്ണത്തെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ 2 പ്രകാരത്തിലുള്ള ചാതുർവർണ്ണ്യ സങ്കല്പങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. 2 പ്രകാരത്തിലാണ്. അതിൽ ആദ്യത്തെ ഒരു കൺസെപ്റ്റാണ്, ഒരാള് ഏത് വർണ്ണത്തിലാണോ ജനിക്കുന്നത്, ഏത് ഗോത്രത്തിലാണോ ജനിക്കുന്നത്, അതാണ് അയാളുടെ ജാതി എന്ന് പറയുന്നത്. ഒരാള് ബ്രാഹ്മണ ഗോത്രത്തിൽ ജനിച്ചു, അയാൾ ബ്രാഹ്മണനായിത്തീരുന്നു. ഒരാള് ക്ഷത്രിയ ഗോത്രത്തിൽ ജനിച്ചു, അയാളെ നമ്മൾ ക്ഷത്രിയൻ എന്ന് പറയുന്നു. വൈശ്യനെ വൈശ്യനെന്നും ശൂദ്രനെ ശൂദ്രൻ എന്നും പറയും. അപ്പൊ ജന്മം കൊണ്ട് ഏത് കുലത്തിലാണോ ജനിച്ചത്, ഏത് ഗോത്രത്തിലാണോ ജനിച്ചത്, അയാൾക്ക് ആ ജാതിയെ കൽപ്പിക്കുന്നു. അപ്പൊ ജന്മം കൊണ്ട് ജാതിയെ കൽപ്പിക്കുന്ന സിസ്റ്റമാണ് ഒന്ന്. വാസ്തവത്തില് ഹിന്ദു പുരാണങ്ങളെയും ഹിന്ദു വേദശാസ്ത്രങ്ങളെയും ഭഗവത്ഗീത തുടങ്ങിയ കൃതികളെയും എല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജന്മം കൊണ്ട് തന്നെയാണ് ഒരുവന്റെ ജാതി നിർണയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ഒരാളുടെ ജാതി എന്ന് സാമാന്യമായിട്ട് എവിടെയും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളും ചർച്ച ചെയ്ത ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ദ്രോണാചാര്യരെ, അതായത് ആയോധന കലയുടെ മർമ്മമറിഞ്ഞ
ഒരു പോരാളിയായ ഫൈറ്ററായ ദ്രോണാചാര്യരെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. അതേപോലെ വളരെ ക്ഷത്രിയ സ്വഭാവമുള്ള പരശുരാമന് അദ്ദേഹത്തിന്റെ ഗുണം ക്ഷാത്ര ഗുണമാണെങ്കിൽ കൂടിയും അദ്ദേഹത്തെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ജന്മം കൊണ്ട് ബ്രാഹ്മണനായതിനാൽ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്ന ഏറ്റവും അധമമായ വൃത്തികളെ അനുവർത്തിക്കുന്ന രാവണനെ പോലും ബ്രാഹ്മണനായിട്ട് പരിഗണിക്കുന്നു ജന്മം കൊണ്ട്. അപ്പൊ ജന്മം കൊണ്ടാണ് ഒരുവനിൽ അവന്റെ ജാതി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? വേദം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ജാതിയുടെയും വർണ്ണത്തിന്റെയും പ്രമാണ ഗ്രന്ഥം വേദവും ആ വേദത്തെ ആശ്രയിച്ച് ഉത്പന്നമായ സ്മൃതികളുമാണ്. ഈ സ്മൃതി ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും വേദത്തിലും എല്ലാം തന്നെ ജന്മം കൊണ്ട് തന്നെയാണ് ജാതിയെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചു? കാലാന്തരത്തിൽ മുന്നോട്ട് പോയ സമയത്ത് വേദാന്ത ചിന്തയ്ക്ക് ഭാരതത്തിൽ വലിയ പ്രസിദ്ധി വന്നു. ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം വേദാന്തം പ്രബലമായ ഒരു ദർശനമായിട്ട് ഭാരതത്തിൽ മാറി. നവീന വേദാന്തികൾ ഒരുപാട് ഉണ്ടായി. വേദാന്തത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആശ്രമങ്ങള്, ഗുരുകുലങ്ങള്, സമ്പ്രദായങ്ങൾ എല്ലാം തന്നെ വളരെ ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് അദ്വൈത വേദാന്ത ദർശനം ഭാരതത്തിന്റെ ഹിന്ദുമതത്തിന്റെ ഒരു ദർശനമായിട്ട് ജനകീയമായിട്ട് മാറി ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം. അപ്പോൾ വലിയൊരു വിഷയം, വലിയൊരു പ്രശ്നം അവിടെ വന്നു. എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദാന്ത ദർശനം വേദത്തെ പരമപ്രമാണമായിട്ട് കരുതുന്ന ഒരു ദർശനമാണ്. വേദമാണ് വേദാന്തത്തിനും അദ്വൈത വേദാന്തം എന്ന ദർശനത്തിനും അവർക്ക് ആധാരമായിരിക്കുന്നത്, പ്രമാണമായിരിക്കുന്നത് വേദമാണ്. അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എതിർക്കുവാൻ, ഖണ്ഡിക്കുവാൻ കഴിയില്ല. നമ്മുടെ ഭാരതത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആസ്തിക ദർശനങ്ങളുണ്ട്, നാസ്തിക ദർശനങ്ങളുണ്ട്. നാസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ വേദത്തെ പ്രമാണമായി അംഗീകരിക്കാത്ത ദർശനങ്ങളാണ്. ബൗദ്ധ ദർശനം, ജൈന ദർശനം, ഇതൊന്നും വേദമാണ് ഞങ്ങൾക്ക് പ്രമാണം എന്ന് പറയുന്നില്ല. അത് സ്വതന്ത്രമായ ദർശനമാണ്. അതേസമയം ആധ്യാത്മിക ദർശനം കൂടിയാണ്, പക്ഷെ വേദത്തിന് പ്രാമാണ്യം കൽപ്പിക്കുന്നില്ല. നിരമറിച്ച് സാഖ്യ ദർശനമാകട്ടെ, യോഗമാകട്ടെ, അങ്ങനെയുള്ള ദർശനങ്ങൾ അതിൽ പെടുന്നതാണ് വേദാന്ത ദർശനം. ഇതെല്ലാം വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ പ്രമാണം വേദമാണ്. വേദം പറഞ്ഞതിനനുസരിച്ചാണ് ഞങ്ങളുടെ ദർശനം ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വേദവിരുദ്ധമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ വേദാന്ത ദർശനത്തിന് മുമ്പിൽ വലിയൊരു സമസ്യ വന്നു. എന്താണ് സമസ്യ? ഒരാൾ ജന്മം കൊണ്ടാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ഈഴവൻ, നായർ, നമ്പൂതിരി തുടങ്ങിയ വർണ്ണവും ഗോത്രവും എല്ലാം ജന്മം കൊണ്ടാണെന്ന് പറയുന്നു. അത് വേദം പറഞ്ഞതാണ്. വേദം പറഞ്ഞതുകൊണ്ട് വേദത്തെ ഒരിക്കലും തള്ളിക്കളയാൻ വേദാന്ത ദർശനത്തിനാവില്ല. കാരണം വേദാന്ത ദർശനത്തിന്റെ നിലനിൽപ്പ് ആശ്രയം എന്താണ്? വേദമാണ്. പക്ഷേ വേദാന്തം എന്ന് പറഞ്ഞാൽ വലിയ യുക്തിക്ക് പ്രാധാന്യമുള്ളൊരു ചിന്താ പദ്ധതിയാണ്. യുക്തി കൊണ്ട്, വളരെ യുക്തി വിചാരം ചെയ്ത്, കേവലമായ വിശ്വാസത്തിൽ പെടാതെ പ്രമാണ വിചാരം ചെയ്ത്, യുക്തി വിചാരത്തിലൂടെ പരമമായ സത്യത്തെ അനുസന്ധാനം ചെയ്യുക എന്നൊരു രീതിയാണ് വേദാന്തം അവലംബിച്ചത്. അപ്പോൾ വേദാന്ത ദർശനത്തിന്റെ യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ ജന്മം കൊണ്ടൊരാൾ ബ്രാഹ്മണനാകുന്നു, ജന്മം കൊണ്ടൊരാള് ഇന്ന ജാതിയിൽ പെടുന്നു എന്നുള്ളത് യുക്തിക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് എങ്ങനെയാണ് ഒരുവനെ ജന്മം കൊണ്ട് അവൻ ഇന്ന വർണ്ണമാണെന്ന് നിശ്ചയിക്കാൻ സാധിക്കുക? യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ. ശ്രദ്ധിക്കണം, ഒരു മതത്തിന്റെയും ഒരു ഗ്രന്ഥത്തിന്റെയും ഒരു വലയത്തിലോ ചട്ടക്കൂടിലോ അല്ലാതെ കേവലമായ ഒരു യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കും. ഒരു ഒരു അച്ഛൻ, ഒരു അമ്മ, രണ്ടുപേരും ഡോക്ടർമാർ. രണ്ടുപേർക്കും ജനിച്ച കുഞ്ഞിനെ ഡോക്ടറാക്കാം. പക്ഷെ രണ്ടുപേരുടെയും കുഞ്ഞ് ജന്മം കൊണ്ട് തന്നെ ഡോക്ടറാണെന്ന് നമുക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാൻ സാധിക്കും. അവനെ ഡോക്ടറാക്കുന്നത്, ആ കുഞ്ഞിനെ ഡോക്ടറാക്കുന്നത് ജന്മമല്ല. ആ കുഞ്ഞിനെ ഡോക്ടറാക്കുന്ന യോഗ്യത ഒരിക്കലും ജന്മമല്ല, വിദ്യാഭ്യാസമാണ്. തത്സംബന്ധമായ അറിവാണ് ആ കുഞ്ഞിനെ ഡോക്ടറാക്കിയത്. അതുപോലെ ഏതൊരു വ്യക്തിയെയും ആ പദവിയിലേക്ക് ഉയർത്തിയത് തത്സംബന്ധമായ അറിവാണ്. നേരെ മറിച്ച് അമ്മയും അച്ഛനും ഡോക്ടറാണ്, അല്ലെങ്കിൽ വക്കീലാണ്, അതുകൊണ്ട് കുഞ്ഞും ജന്മനാ വക്കീലാണ്.
എന്നിങ്ങനെ നമുക്കൊരു യുക്തിചിന്ത ഉപയോഗിച്ചുകൊണ്ട് ജന്മം കൊണ്ടാണ് ഇതെല്ലാം സിദ്ധമാകുന്നത് എന്ന് സ്വീകരിക്കാൻ വയ്യ. അപ്പൊ വേദാന്ത ദർശനം വലിയൊരു സമസ്യയിൽപ്പെട്ടു. എന്താണ് ആ സമസ്യ? വേദാന്തത്തിന്റെ യുക്തി വിചാരത്താൽ ജന്മം കൊണ്ട് വർണ്ണം സിദ്ധമാകുമെന്ന ആശയം ഒരിക്കലും സാധൂകരിക്കപ്പെടില്ല. അതേസമയം വേദത്തിൽ ജന്മം കൊണ്ടാണ് വർണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ വേദത്തെ തള്ളിക്കളയാനും വയ്യ. ഇപ്പൊ വേദത്തിന്റെ പ്രമാണത്തെ തള്ളിക്കളയാൻ വയ്യ. അതേസമയം ജന്മം കൊണ്ടുള്ള ജാതിവാദത്തെ നിരാകരിക്കാനും വയ്യ. എന്നിങ്ങനെ വലിയ ഒരു സമസ്യയിൽ വേദാന്തം പെട്ടു. അങ്ങനെയാണ് ഒരു പുതിയ ആശയം, പുതിയ രീതി ഭാരതത്തിൽ പിന്നീട് ഉദയം ചെയ്യുന്നത്. ആ രീതി എന്താണ്? ഒരുവന്റെ ജാതി അഥവാ വർണ്ണം ജന്മം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ടാണെന്ന് പറയുന്നു. കർമ്മം കൊണ്ടാണ് ഒരാളില് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇത്യാദി വർണ്ണങ്ങൾ ലഭിക്കുന്നത്. ഒരുവൻ ഏത് അച്ഛന്റെയും അമ്മയുടെയും മകനായിക്കൊള്ളട്ടെ, അവൻ ബ്രാഹ്മണ്യത്തെ നേടിയെടുത്തു കഴിഞ്ഞാൽ എന്തു പറയാം? അവനെ ബ്രാഹ്മണൻ എന്ന് പറയാം. ഏത് കുലത്തിലും ജനിച്ചോട്ടെ, ലോകത്തിൽ ഏത് കുലത്തിലും ഏത് ഗോത്രത്തിലും ജനിച്ചോട്ടെ, പക്ഷെ അവൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ യോഗ്യതയെ നേടിയെടുത്താൽ അവനെ ബ്രാഹ്മണൻ എന്ന് പറയാം. അവൻ ക്ഷാത്ര ഗുണത്തെ നേടിയെടുത്താൽ അവനെ ക്ഷത്രിയൻ എന്ന് പറയാം. അവൻ ഏത് ഗുണത്തെയാണോ നേടിയെടുക്കുന്നത് ആ ഗുണത്തിനനുസരിച്ച് അവന്റെ വർണ്ണത്തെ നിശ്ചയിക്കാം. അപ്പൊ ഗുണമെന്ന് പറയുന്നത് സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളെയാണ് ഗുണമെന്ന് പറയുന്നത്. അല്ലാതെ മലയാളത്തിലെ ഗുണങ്ങൾ, ക്വാളിറ്റീസ് അതല്ല. സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങൾക്കും പരസ്പരം ഏറ്റക്കുറച്ചിൽ വരും. ആ ഏറ്റക്കുറച്ചിനനുസരിച്ച് സത്വഗുണം കൂടിയിരിക്കുകയും അതിന് തൊട്ടു താഴെ രജസ് വരികയും അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തെക്കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യം എന്ന് ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഗുണത്തിനനുസരിച്ച്, ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഒരുവന്റെ വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. ആ ഗുണം സത്വോപസർജനമായി അല്ലെങ്കിൽ സത്വം കൂടി ഇന്ന മാത്രയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ബ്രാഹ്മണൻ എന്ന് പറയാം. ആ 3 ഗുണങ്ങൾ ഏറ്റവും മുമ്പിൽ രജോ ഗുണം വന്ന് മറ്റു ഗുണങ്ങൾ ഇന്ന മാത്രയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ക്ഷത്രിയൻ എന്ന് പറയാം, വൈശ്യൻ എന്ന് പറയാം, പിന്നീട് ശൂദ്രൻ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾക്കും സംസ്കാരത്തിനും സ്വഭാവത്തിനും എല്ലാം അനുസരിച്ചാണ് ബ്രാഹ്മണാദി വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത് എന്ന് വേദാന്തം പറഞ്ഞു. എന്തുകൊണ്ടാണ് വേദാന്ത ദർശനം ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വന്നത്? കാരണം ചാതുർവർണ്ണ്യം വേദത്താൽ പറയപ്പെട്ട ഒന്നാണ്. വേദമാണ് ചാതുർവർണ്ണ്യം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചാതുർവർണ്ണ്യത്തെ തള്ളിക്കളയാൻ വയ്യ. അതേസമയം വേദാന്തത്തിന്റെ യുക്തിചിന്തനത്തിലൂടെ ചിന്തിച്ചാൽ ജന്മം കൊണ്ട് വർണ്ണം ഉണ്ടാകുമെന്നുള്ളത് സ്വീകരിക്കാനും വയ്യ. അതുകൊണ്ടൊരു നവീനമായ രീതിയിൽ പരിഷ്കരിച്ച്, ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു നാടൻ ഭാഷയിൽ പറഞ്ഞ വെള്ളപൂശൽ, ഒരുതരം വെള്ളപൂശൽ വരുത്തി ചാതുർവർണ്ണ്യത്തെ നിഷേധിക്കാതെ തന്നെ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരുവനിൽ ബ്രാഹ്മണ്യവും ക്ഷത്രിയത്വവും ഉണ്ടാകുന്നത് എന്ന് വേദാന്തം സമർത്ഥിച്ചു. പക്ഷെ അങ്ങനെ സമർത്ഥിച്ചെങ്കിൽ കൂടിയും ഈ നിമിഷം വരെ നമ്മളിന്ന് ഇപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഭാരതത്തിൽ ഒരിക്കലും ഒരു കാലത്തും പ്രായോഗികതയിലേക്ക് വരാത്ത ഒരു കാഴ്ചപ്പാടാണ് ഒരുവന്റെ കർമ്മം കൊണ്ടാണ് അവൻ ബ്രാഹ്മണനാകുന്നത് എന്നുള്ളത്. ഒരാളും ഒരിടത്തും എവിടെയും അംഗീകരിക്കുന്നില്ല. കർമ്മം കൊണ്ട് ഞാൻ ബ്രാഹ്മണനായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ഷേത്രത്തിലും, ഇന്നത്തെ മഹാക്ഷേത്രങ്ങളൊന്നും നമുക്ക് പൂജ ചെയ്യാൻ സാധിക്കില്ല. നമ്മളൊരു മഹാക്ഷേത്രത്തിലേക്ക് പോകുന്നു, എന്നിട്ട് പറയുന്നു ഞാൻ പൂജാവിധികൾ പഠിച്ചു. ചോദിക്കുന്നു എന്താണ് നിന്റെ ജാതി? ഞാൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാൽ അവിടെ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ ഈ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണ് എന്നുള്ള വാദം പരാജയപ്പെട്ട വാദമാണ്. അതിനൊരിക്കലും വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കർമ്മം കൊണ്ട്, കർമ്മത്തെയും ഗുണത്തെയും നോക്കിയാൽ വലിയ യോദ്ധാവായ, വലിയ പോരാളിയായ ദ്രോണാചാര്യരെ നമ്മൾ ക്ഷത്രിയൻ അല്ല പറയേണ്ടത്, ക്ഷത്രിയൻ. പക്ഷെ എന്താണ് പറഞ്ഞത് ഗീതയില്? ദ്വിജോത്തമ എന്നാണ് ദ്രോണാചാര്യരെ വിശേഷിച്ചത്, ബ്രാഹ്മണ ശ്രേഷ്ഠ എന്നുള്ളത്. അങ്ങനെ നോക്കൂ, കർമ്മം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫൈറ്റർ അല്ലേ നമ്മുടെ പരശുരാമൻ? ക്ഷത്രിയ കുലത്തെ ആകെ നശിപ്പിച്ചു കളഞ്ഞ അത്ര വലിയ ഒരു തീക്ഷ്ണമായ ഒരു പോരാളി. അപ്പൊ കർമ്മം കൊണ്ട് നോക്കിയാൽ അദ്ദേഹം ക്ഷത്രിയനാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചത് ഒരു ബ്രാഹ്മണ കുലത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും ക്ഷത്രിയനായിട്ട് ആരും പറയുന്നില്ല. രാമായണത്തില് ലക്ഷ്മണൻ പലതവണ
അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് വിളിക്കുന്നുണ്ട്. മിഥിലാപുരിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോകുന്ന വഴി ശിവന്റെ ചാപം ഒടിച്ച് ദേഷ്യം കൊണ്ട് രാമനോട് ആ കാര്യം ചോദിക്കാൻ വന്ന പരശുരാമൻ, ആ പരശുരാമനോട് ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് വിളിച്ചാണ് ലക്ഷ്മണൻ അഭിസംബോധന ചെയ്യുന്നത്. പരശുരാമൻ എങ്ങനെയാണ് കർമ്മം കൊണ്ട് ഒരു ബ്രാഹ്മണനാകുന്നത്? കർമ്മം കൊണ്ട് അദ്ദേഹം ഒരു യോദ്ധാവാണ്, പോരാളിയാണ്. അപ്പൊ ക്ഷത്രിയൻ എന്നല്ല വിളിക്കേണ്ടത്. ഇനി നോക്കൂ, നമ്മൾ എപ്പോഴും പറയുന്നു ദൃഷ്ടാന്തം രാവണൻ. രാവണൻ കർമ്മം കൊണ്ട് രാവണന്റെ കർമ്മത്തെ അപഗ്രഥനം ചെയ്യും. പൗരാണികമായ മാനത്തിൽ ഒരു പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രാവണൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്യന്റെ ഭാര്യ അപഹരിക്കുന്നു, സ്വത്ത് അപഹരിക്കുന്നു, അങ്ങനെ അധാർമികമായ വൃത്തികൾ ചെയ്ത് രാവണൻ മരിച്ചപ്പോൾ ബ്രഹ്മഹത്യാപാപത്തിന് പശ്ചാത്താപ കർമ്മം ചെയ്തു രാമൻ. ബ്രഹ്മഹത്യാപാപം എന്ന് പറഞ്ഞാൽ അതിന് വിസ്തരിച്ച അർത്ഥമുണ്ട്. ഒരർത്ഥം, ഒരു ബ്രാഹ്മണൻ വധിക്കപ്പെട്ടാൽ നമുക്ക് ബ്രഹ്മഹത്യാപാപം വന്നു ചേരും. അപ്പൊ രാമൻ പോലും രാവണൻ എങ്ങനെയാണ് കണ്ടത്? ബ്രാഹ്മണനായിട്ട്. അതുകൊണ്ടല്ല ബ്രഹ്മഹത്യാപാപത്തിനുള്ള പശ്ചാത്താപം ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ കർമ്മം കൊണ്ട് ഒരുവൻ ബ്രാഹ്മണനാകുന്നു, ക്ഷത്രിയനാകുന്നു, വൈശ്യനാകുന്നു, ശൂദ്രനാകുന്നു. ഈ എല്ലാ ആശയങ്ങളും നിരാകരിക്കപ്പെട്ടു. കേവലം ജന്മം കൊണ്ടും ബ്രാഹ്മണ്യമില്ല, കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യമില്ല എന്ന് നമുക്ക് വിചാരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ വിചാരം നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്, 35-ാമത്തെ ശ്ലോകത്തിൽ. നമ്മൾ ഈ ഒരു കാര്യം ആമുഖമായിട്ട് പറഞ്ഞത് ജാതിയുടെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2 പ്രകാരത്തിലാണ് ചാതുർവർണ്ണ്യം ഭാരതത്തിൽ പ്രചരിതമായത്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും. അതിൽ കർമ്മം കൊണ്ടാണ് വർണ്ണം എന്നുള്ളത് ഒരു കാലത്തും ഒരു തരത്തിലും പ്രായോഗികമാകാത്ത ഒരു ആശയമാണ്. കാരണം ഇത് എടുത്തു പറയാൻ കാരണം ഇന്ന് പല പ്രഭാഷകരും അല്ലെങ്കിൽ പല ആളുകളും നോക്കൂ, ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ അത് ജന്മം കൊണ്ടല്ല, അത് കർമ്മം കൊണ്ടാണെന്നൊക്കെ പറയുന്നത് കാണാം. കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യമില്ല. കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം എവിടെയും ഒരു കാലത്തും നടപ്പിലായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പറയാണ് തദ് വ്യാവർത്തക ലക്ഷണം താസു വ്യക്തിഷു സജാതി ദോഷത്രയ വിലക്ഷണ എന്ന് പറയും. അപ്പൊ നമുക്ക് ഒരു വസ്തുവിനെ അറിയാൻ സാധിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ട്? പ്രമാണവും ലക്ഷണവും കൊണ്ട്. ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി എന്ന് പറയുന്നു. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, ആ സ്ഥലത്ത് ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ വേർതിരിച്ചറിയണമെങ്കിൽ ആ വ്യക്തിയിൽ മറ്റു വ്യക്തികളിൽ നിന്ന് ആ വ്യക്തിയെ വേർതിരിക്കുന്ന ഒരു ഘടകമുണ്ടായിരിക്കും. ഒരു മുറിയിൽ ഇരിക്കുന്നു, മുമ്പില് ഒരുപാട് മനുഷ്യരിയ്ക്കുന്നു. അപ്പൊ നമ്മൾ വിളിക്കുകയാണ്, ആ മനുഷ്യ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെഴുന്നേൽക്കും? എല്ലാ മനുഷ്യരും എഴുന്നേൽക്കും. അപ്പോ അനവധി ആളുകളിൽ നിന്ന് ഒരു വ്യക്തിയെ മാത്രം വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയിൽ വിശേഷമായ ചില കാര്യങ്ങൾ വേണം. നമ്മൾ പറയുന്നു, നെറ്റിയുടെ വലതുഭാഗത്ത് മറുകുള്ള മനുഷ്യ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ നെറ്റിയുടെ വലതുഭാഗത്ത് മാത്രം മറുകുള്ള ആ വ്യക്തി എഴുന്നേൽക്കും. കാരണം എന്താണ്? ആ വ്യക്തിയിൽ മാത്രമാണ് ആ ലക്ഷണമുള്ളത്. ഇതര മനുഷ്യരിൽ നിന്ന് വേർതിരിച്ച് ആ വ്യക്തിയെ മാത്രം നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു ലക്ഷണം അതിനുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവയിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ചില പ്രത്യേക ലക്ഷണങ്ങൾ അതിന് മാത്രമായിട്ടുണ്ട്. അതിനെയാണ് വ്യാവർത്തകം എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? എല്ലാവരും ഒരേ ലക്ഷണമാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ വേർതിരിച്ച് മനസ്സിലാക്കി അപ്രകാരം വ്യവഹരിക്കാൻ സാധിക്കുക? അപ്പൊ നോക്കൂ, ലക്ഷണങ്ങളിലൂടെയാണ് നാം ഓരോ വ്യക്തിയെയും മനസ്സിലാക്കുന്നത്. നിങ്ങൾ നമ്മളെ കാണുന്നു, കായ് വസ്ത്രം, ഭസ്മം, രുദ്രാക്ഷം, മുഖഭാവം, അങ്ങനെ മറ്റുള്ളവയിൽ നിന്ന് നമ്മെ വേർതിരിച്ച്
മനസ്സിലാക്കാൻ കഴിയുന്ന ലക്ഷണങ്ങൾ വിശേഷമായി നമുക്കുണ്ട്. അപ്പൊ ആ ലക്ഷണങ്ങളെ വെച്ചിട്ടാണ് നിങ്ങൾ നമ്മെ മനസ്സിലാക്കുന്നത്. തിരിച്ചും അങ്ങനെയാണ്. എല്ലാവർക്കും ഒരേപോലെയുള്ള ലക്ഷണങ്ങളാണെങ്കിൽ നമുക്ക് എല്ലാവരെയും എങ്ങനെയാണ് വേർതിരിച്ചറിയാൻ സാധിക്കും? അപ്പൊ ലക്ഷണം കൊണ്ടാണ് വസ്തുസിദ്ധി ഉണ്ടാകുന്നത്. ഓരോന്നിനും കൽപ്പിക്കപ്പെട്ട വിശേഷമായ ലക്ഷണം കൊണ്ടാണ് നമ്മൾ ആ വസ്തുവിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ ബോധിപ്പിക്കുവാനാണ് ശ്ലോകത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്? വ്യാവർത്തക ലക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ ലക്ഷണം നമ്മെ സഹായിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ജാതിയുടെ ലക്ഷണം എന്താണ്? എന്താണ് ജാതി? ജാതി എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണം എന്താണ്? നമ്മൾ ജാതി എന്നുള്ള വാക്ക് കേട്ടു. അപ്പൊ ജാതി എന്നുള്ള വസ്തുസ്ഥിതി നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിന്റെ ലക്ഷണം നാം അറിഞ്ഞിരിക്കണം. ലക്ഷണം അറിയാതെ നമുക്ക് എങ്ങനെയാണ് ജാതിയെ മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പൊ ആ ലക്ഷണത്തെയാണ് ഗുരുദേവൻ അടുത്ത ശ്ലോകത്തിൽ വിസ്തരിച്ച് പറയുന്നത്. കൂടാതെ ഒരു ലക്ഷണമായിരിക്കണമെങ്കിൽ അതിൽ ചില വിശേഷതകൾ വേണം. ലക്ഷണം എന്ന് പറഞ്ഞാൽ ലക്ഷ്യതേ അനേന, ഒരു ലക്ഷ്യത്തെ നമുക്ക് ബോധിപ്പിച്ചു തരുന്ന ഒരു ഘടകത്തെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വസ്തുവിനെ നമുക്ക് ലക്ഷണമെന്ന് പൂർണ്ണമായും വിളിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അതിൽ വേണം. അതാണ് അവസാന വരിയിൽ ദോഷത്രയ വിലക്ഷണ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദോഷത്രയം എന്ന് പറഞ്ഞാൽ 3 പ്രകാരത്തിലുള്ള ദോഷങ്ങൾ. വിലക്ഷണം എന്ന് പറഞ്ഞാൽ വിഭിന്നമായ ലക്ഷണം. അതായത് 3 പ്രകാരത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാത്ത ഒന്നിനെയാണ് ലക്ഷണം എന്ന് പറയുന്നത്. 3 പ്രകാരത്തിലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? അത് താഴെ ആ കുറിപ്പിൽ ചേർത്തിട്ടുണ്ട്. 3 പ്രകാരത്തിലുള്ള ദോഷങ്ങൾ: അവ്യാപ്തി ദോഷം, അതിവ്യാപ്തി ദോഷം, അസംഭവ ദോഷം. ഈ 3 ദോഷവും ഇല്ലെങ്കിൽ നമുക്കതിനെ ലക്ഷണം എന്ന് പറയാം. കാരണം ലക്ഷണത്തിന്റെ നിർവചനം വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജാതിയുടെ ലക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷണത്തിന്റെ നിർവചനം പഠിക്കാതെ നമുക്ക് ജാതിയുടെ നിർവചനത്തെ ചെയ്യാൻ സാധിക്കില്ല. ആദ്യം ഗുരുദേവൻ പറയാണ് 3 പ്രകാരത്തിലുള്ള ദോഷങ്ങൾ ഇല്ലാത്തതാണ് ലക്ഷണം എന്ന് പറയുന്നത്. ആ 3 പ്രകാരത്തിലുള്ള ദോഷം എന്തൊക്കെയാണ് പറഞ്ഞു? അവ്യാപ്തി ദോഷം, അതിവ്യാപ്തി ദോഷം, അസംഭവ ദോഷം. നാം ഒന്നിലൊരു ലക്ഷണം കൽപ്പിക്കുകയാണെങ്കിൽ ആ ലക്ഷണം ആ ജീവി വർഗത്തിൽ മുഴുവൻ ചേരണം. എങ്കിലേ അതിനെ നമുക്ക് ലക്ഷണം എന്ന് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തി, ആ വ്യക്തിയോട് ഗുരുനാഥൻ പറയുകയാണ്, നീ ആ കാട്ടിൽ പോയി, വനത്തിൽ പോയി ഒരു പശുവിനെ കൊണ്ടുവരും എന്ന് പറയാണ്. ഈ വ്യക്തിക്ക് പശുവിനെ അറിയില്ല. ഇപ്പൊ ചോദിക്കുന്നു ഗുരുവിനോട്, അല്ലയോ ഗുരുനാഥ, പശു എങ്ങനെ ഇരിക്കും? ഗുരു പറയാണ്, 2 കൊമ്പുള്ള ജീവിയാണ് പശു എന്ന് പറയും. ക്ഷമിക്കണം, അല്ലയോ ഗുരുനാഥ, പശു എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്നു. അപ്പൊ ഗുരുനാഥൻ പറയുന്നു, ചാര നിറമുള്ള ജീവിയാണ് പശു എന്ന് പറയും. ചാരനിറം. അപ്പൊ അദ്ദേഹം ഉടനെ കാട്ടിലേക്ക് പോയി ചാരനിറമുള്ള മറ്റൊരു ജീവിയെ കണ്ടു. ചാരനിറമുള്ള മറ്റൊരു ജീവിയെ കണ്ടപ്പോൾ അതിനെ പിടിച്ച് കൊണ്ടുവന്നു. ഗുരുനാഥ, ഞാൻ പശുവിനെ കൊണ്ടുവന്നല്ലോ. ഗുരു പറഞ്ഞു, അല്ലയോ ശിഷ്യ, ഇതല്ല പശു. അങ്ങല്ല പറഞ്ഞത് ചാരനിറമുള്ള ജീവിയാണ് പശു. അപ്പൊ നമുക്ക് ചാരനിറമുള്ള പശുക്കളും ഉണ്ട്. പക്ഷേ ലോകത്തെ മുഴുവൻ പശുക്കൾക്കും ചാരനിറമല്ല ഉള്ളത്. ഈ ചാരനിറം എന്ന് പറയുന്നത് ആ മുഴുവൻ പശു വർഗത്തിലേക്കും എത്തുന്നില്ല. കുറച്ച് പശുക്കൾക്ക് ചാരനിറമുണ്ട്. പക്ഷെ ആ മുഴുവൻ പശുക്കൾ പല പല വർണ്ണങ്ങളിലാണ്. പുള്ളിപ്പശുക്കളുണ്ട്, നല്ല വെളുത്ത പശുക്കളുണ്ട്. ചാരനിറമുള്ളത് മാത്രമാണ് പശു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ പശുവിന് നമ്മൾ ചാരനിറമാണ് പശുവിന്റെ ലക്ഷണം എന്ന് കൽപ്പിച്ചാൽ എല്ലാ പശുക്കളിലേക്കും ആ ചാരനിറം എത്തണം. പക്ഷെ എല്ലാ പശുക്കളിലേക്കും ആ ചാരനിറം എത്തുന്നില്ല. അപ്പൊ എന്ത് പറയുന്നു? ഇതിനെ അവ്യാപ്തി ദോഷം എന്ന് പറയുന്നു. ആ ജീവിയിൽ കൽപ്പിക്കപ്പെട്ട ലക്ഷണം ആ മുഴുവൻ ജീവിവർഗത്തിലേക്കും എത്തുന്നില്ല. അപ്പൊ അതിനെയാണ് അവ്യാപ്തി ദോഷം എന്ന് പറയുന്നത്. ഈ അവ്യാപ്തി ദോഷം ഇല്ലാത്തതായിരിക്കണം ഒരു ലക്ഷണം. നാം മനുഷ്യനിൽ ഒരു ലക്ഷണം കൽപ്പിച്ചാൽ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുന്നിൽ ഒരു ലക്ഷണം കൽപ്പിച്ചാൽ അത് മുഴുവനായിട്ടും എല്ലാറ്റിലും എത്തിച്ചേരണം. അല്ലെങ്കിൽ അതിന് ലക്ഷണമെന്ന് പറയില്ല. ആ ജീവിവർഗത്തിൽ എത്തിച്ചേരണം. അപ്പൊ ശരി, അപ്പൊ ശിഷ്യൻ വീണ്ടും വന്നു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരുനാഥ, എന്താണ് അങ്ങ് പശുവിന്റെ ലക്ഷണം ചാരമായിട്ട് പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമായിട്ട് പറയും. അപ്പൊ ഞാൻ വീണ്ടും കൊണ്ടുവരാം. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞ, ശരി, കൊമ്പുള്ള ജീവിയാണ് പശു. നീ പോയിട്ട് കൊമ്പുള്ള ജീവിയെ കൊണ്ടുവരും. പശുവിന് കൊമ്പുണ്ടല്ലോ. അപ്പൊ ആ ശിഷ്യൻ വീണ്ടും കാട്ടിലേക്ക് പോയിട്ട് ഒരു മാനിനെ കൊണ്ടുവന്നു. ഞാനിതാ പശുവിനെ പിടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞത് പശുവല്ല, മാനാണ്. അങ്ങല്ല പറഞ്ഞത് കൊമ്പുള്ള ജീവിയാണ്. നമുക്ക് പശുവിന്റെ ലക്ഷണം കൊമ്പാണ്, സമ്മതിച്ചു. പശുവിന് കൊമ്പുണ്ട്. പക്ഷെ പശുവല്ലാത്ത ഇതര മൃഗങ്ങൾക്കും ഇതര ജീവജാലങ്ങൾക്കും കൊമ്പുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പശുവിന്റെ ലക്ഷണം ആ കൊമ്പാണ് പശു എന്ന് മനസ്സിലാക്കി പശുവിനെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കൊമ്പുള്ള ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്. അപ്പൊ ഒരു ലക്ഷണം ഒരു ജീവിവർഗത്തിൽ കൽപ്പിക്കപ്പെട്ടു, ഇതര ജീവിവർഗത്തിലേക്കും ഇതര ദേശങ്ങളിലേക്കും ആ ലക്ഷണം വ്യാപിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു? അതിനെ അതിവ്യാപ്തി ദോഷം എന്ന് പറയുന്നു. നമ്മൾ ഈ ആശയം ഒക്കെ ദർശനമാലയിൽ പഠിച്ചിട്ടുണ്ട്, വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ലക്ഷണം ആ ജീവിവർഗത്തിൽ മുഴുവനായിട്ടും എത്തിച്ചേരുന്നില്ലെങ്കിൽ കുറച്ച് സ്ഥലത്തെ എത്തിച്ചേരുന്നു എങ്കിൽ അതിനെ അവ്യാപ്തി ദോഷം എന്ന് പറയും. ഒരു ജീവിവർഗത്തെയും മറികടന്ന് മറ്റ് ജീവജാലങ്ങളിലേക്കും ലക്ഷണം വ്യാപിക്കുകയാണെങ്കിൽ, ഇപ്പൊ കൊമ്പുള്ള ജീവിയാണ് പശു എന്ന് പറയുമ്പോൾ കൊമ്പ് എത്രയോ ജീവികൾക്കുണ്ട്. അപ്പൊ ആ ലക്ഷണം മറ്റ് വർഗത്തിലേക്കും വ്യാപിക്കുകയാണ്. അതിന് എന്ത് പറയുന്നു? അതിനെ അതിവ്യാപ്തി ദോഷം എന്ന് പറയും. അതിവ്യാപ്തി ദോഷം. ഇനി മൂന്നാമത്തേതാണ് അസംഭവ ദോഷം. ശിഷ്യൻ വീണ്ടും വന്നു. ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഒന്നും കൂടി അങ്ങ് വ്യക്തമാക്കി തരൂ, എന്താണ് പശുവിന്റെ ലക്ഷണം? ആ ലക്ഷണത്തെ മനസ്സിലാക്കി ഞാൻ പശുവിനെ കൊണ്ടുവരാം. അപ്പൊ ഗുരു പറയുകയാണ്, ചെവിയില്ലാത്ത ജീവിയാണ് പശു. നീ ചെവിയില്ലാത്ത ഏതെങ്കിലും ജീവിയെ കണ്ടാൽ അത് പശുവാണെന്ന് മനസ്സിലാക്കി അതിനെ കൊണ്ടുവരിക. അപ്പൊ ശിഷ്യൻ കാട്ടിലേക്ക് പോയിട്ട് ചെവിയില്ലാത്ത ഒന്നിനെയും കാണാൻ സാധിച്ചില്ല. കാരണം ചെവിയില്ല എന്ന് പറയുന്ന ലക്ഷണം ഒരു കാലത്തും ഒരു നിലയ്ക്കും ഒരു പശുവിലും ഘടിക്കുന്നതല്ല. എല്ലാ പശുക്കൾക്കും ചെവിയുണ്ട്. അപ്പൊ ഇതിന് എന്ത് പറയുന്നു? ഇതിനെ അസംഭവ ദോഷം എന്ന് പറയുന്നു. അപ്പൊ ആശയം വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. അവ്യാപ്തി ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷണം ആ ജീവിവർഗത്തിൽ മുഴുവൻ എത്തിച്ചേരാതിരിക്കുക, ഇതിന് അവ്യാപ്തി ദോഷം എന്ന് പറയുന്നു. ഒരു ലക്ഷണം ആ ജീവിവർഗത്തെ മറികടന്ന് ഇതര ജീവജാലങ്ങളിലേക്കും പോവുക, ഇതിനെന്ത് പറയുന്നു? ഇതിനെ പറയുന്നു അതിവ്യാപ്തി ദോഷം. ഒരു ലക്ഷണം ആ ജീവിവർഗത്തിൽ എവിടെയും കാണാതിരിക്കുക. ചെവിയില്ലാത്ത ജീവിയാണ് പശു എന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് നടന്നാൽ നമുക്ക് ചെവിയില്ലാത്ത ഒരു പശുവിനെയും കാണാൻ സാധിക്കില്ല. അപ്പൊ ഇതിനെന്ത് പറയുന്നു? അസംഭവ ദോഷം എന്ന് പറയും. അപ്പൊ ഒരു ലക്ഷണം നാം ഒരു ജീവിവർഗത്തിന് കൊടുക്കുമ്പോൾ ആ ലക്ഷണം ഇപ്രകാരമുള്ള 3 ദോഷങ്ങളാൽ വിലക്ഷണമായിരിക്കണം. 3 ദോഷങ്ങൾ ഇല്ലാത്തതായിരിക്കണം. ഇതാണ് ആശയം. ഇപ്പൊ നമുക്ക് നമ്മൾ ഈ ശ്ലോകത്തില് വർണ്ണത്തിന്റെയും ജാതിയുടെയും ഒരു ആമുഖം പഠിച്ചു. അതേസമയം ലക്ഷണത്തിന്റെ ഒരു പശ്ചാത്തലവും പഠിച്ചു. ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ് ലക്ഷണം. ആ ലക്ഷണമാകട്ടെ ഈ പറഞ്ഞ 3 ദോഷങ്ങൾ ഇല്ലാതിരിക്കണം. ഈ 3 ദോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷം വന്നാൽ അതിനെ നമുക്ക് ലക്ഷണം എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് അറിയേണ്ടത് ജാതിയുടെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ജാതിയെ സമർത്ഥിക്കാൻ കഴിയുക? അവ്യാപ്തി, അതിവ്യാപ്തി, അസംഭവ ദോഷങ്ങൾ ഇല്ലാത്ത രീതിയിൽ എന്താണ് ജാതി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിനാണ് അടുത്ത ശ്ലോകം പറയുന്നത്. ശ്ലോകം 35. ഈ ശ്ലോകം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഒരല്പം ഭേദം ഈ ശ്ലോകത്തിനുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യദാ നൈവ സാ ബ്രാഹ്മണത്വാദിർ യൗകികത്വാദ് വിമൃശ്യതാം. നമ്മൾ പഠിച്ചത് മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യദാ ന ബ്രാഹ്മണാദിരസ്യൈവം ഹാ തത്വം വേത്തി കോപിനഃ എന്നാണ്. അതേ ആശയം തന്നെയാണത്. അവസാനത്തെ വരിയിൽ ചെറിയ ഒരു ഭേദം വന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അതിന്റെ അന്വയാർത്ഥം ഗവാം ഗോത്വം യഥാ ജാതി, പശുക്കൾക്ക് ഗോത്വം എന്നുള്ളത് എപ്രകാരം ജാതിയാകുന്നുവോ മനുഷ്യാണാം മനുഷ്യത്വം അതുപോലെ തന്നെ മനുഷ്യർക്ക് മനുഷ്യത്വം ജാതിയാകുന്നു. ബ്രാഹ്മണത്വാദിഹി സ ന ജാതിഹി, ബ്രാഹ്മണ്യം തുടങ്ങിയവ ജാതിയല്ല. യൗകികത്വാത് വിമർശിത, യോഗാർത്ഥമായിട്ട് നല്ല രീതിയിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാലും ബ്രാഹ്മണത്വാദി ജാതിയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ മുൻ ശ്ലോകത്തിൽ ലക്ഷണത്തെ കുറിച്ച് പഠിച്ചു. അപ്പൊ നമുക്ക് എന്തിന്റെ ലക്ഷണമാണ് അറിയേണ്ടത്? നമുക്കറിയേണ്ടത് ജാതിയുടെ ലക്ഷണമാണ്. കാരണം സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു മനുഷ്യാണാം ജാതി ഏക എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് ജാതി ഒന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ജാതിയെ കുറിച്ച് നാം കേട്ട് കഴിഞ്ഞു. ഇനി ജാതിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ ജാതിയുടെ ലക്ഷണത്തെ പഠിക്കണം. അപ്പൊ ലക്ഷണം എന്താണ്? 3 ദോഷങ്ങൾ ഇല്ലാത്ത ഒന്നാണ് ലക്ഷണം. അപ്പൊ ജാതിയുടെ ലക്ഷണം ഇവിടെ ചർച്ച ചെയ്യാം. നോക്കൂ, ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. മനുഷ്യരിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു, വൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കുന്ന സമന്വയ ദർശനമാണ് ഗുരുവിന്റെ ദർശനമെന്ന്. ആ സമന്വയത്തെയാണ് ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നമുക്ക് അവരുടെ എല്ലാ വൈരുദ്ധ്യങ്ങളും ഇല്ലാതാക്കി മനുഷ്യൻ ഒരൊറ്റ ജാതിയാണെന്ന് കൽപ്പിക്കാവുന്ന ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടോ? ഏതെങ്കിലും ഒരു ഘടകമുണ്ടോ? ഏതെങ്കിലും ഒരു മാനദണ്ഡമുണ്ടോ? ഏതെങ്കിലും ഒരു മാനദണ്ഡം ഉപയോഗിച്ച് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ മനുഷ്യരും അത് ഒന്നാണ് സ്ഥാപിക്കുന്നത്. മനുഷ്യരുടെ ജാതി ഒന്നാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ നിലവിൽ നമ്മുടെ മുമ്പിലുള്ള ജാതിയോ വർണ്ണമോ എടുക്കൂ, നമ്മൾ പറയുകയാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ബ്രാഹ്മണരാണ് എന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ? ഇന്ന് നിലവിലുള്ള ജാതി സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ബ്രാഹ്മണരാണ് എന്ന ലക്ഷണം അവിടെ സാധ്യമാകുന്നു. കാരണം എന്താണ്? ബ്രാഹ്മണ്യം എന്നുള്ളത് എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നില്ല. നമ്മൾ ലക്ഷണത്തെക്കുറിച്ച് പഠിച്ച ഒരു ലക്ഷണം ആ ജീവിവർഗത്തിൽ മുഴുവനായിട്ട് വ്യാപിക്കണം, എങ്കിലേ അതിന് ലക്ഷണമായിട്ട് സ്വീകരിക്കാൻ കഴിയും. അപ്പൊ മനുഷ്യരെല്ലാവരും ഈ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം എന്ന ലക്ഷണം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യനെ പൊതുവായിട്ട്, മനുഷ്യന്റെ എല്ലാ വൈരുദ്ധ്യങ്ങളും മാറ്റി മനുഷ്യനെ പൊതുവായി ഒന്നു ചേർക്കുന്ന ലക്ഷണമല്ല ബ്രാഹ്മണ്യം. ഇനി പറയുകയാണ് മനുഷ്യരെല്ലാവരും ക്ഷത്രിയരാണ്. ക്ഷത്രിയത്വം എന്ന ആ മാനദണ്ഡം ഉപയോഗിച്ച് നമുക്ക് ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒന്നാക്കി കാണാൻ സാധിക്കുന്നു, ഒന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഇനി പറയുകയാണ് ജൈവികമായ ഭേദങ്ങൾ നോക്കൂ. ജൈവികമായ ഭേദങ്ങളിൽ മനുഷ്യരെല്ലാവരും, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമുള്ളവനാണ് മനുഷ്യൻ. ഇപ്പൊ വെളുത്ത നിറം കൊണ്ട് ഈ ലോകത്തിൽ ഉള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരൊറ്റ ജാതിയാണെന്ന് പറയാൻ സാധിക്കുന്നു. വെളുത്ത നിറമുള്ള ആളാണ് മനുഷ്യൻ. കാരണം മനുഷ്യനെ ഒരു ഒറ്റ ജാതിയാക്കി കൽപ്പിക്കുന്ന ഒരു മാനദണ്ഡം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ മാനദണ്ഡം എന്താണ്? നിറത്തിന്റെ ആധാരത്തിൽ മനുഷ്യനുള്ള എല്ലാ വൈരുദ്ധ്യങ്ങളും ഇല്ലാതാക്കി മനുഷ്യൻ ഒന്നാണെന്ന് പറയാൻ സാധിക്കുമോ? തവിട്ട് നിറമുള്ള ആളാണ് മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ പച്ച നിറമുള്ള ആളാണ് മനുഷ്യൻ, വെള്ള നിറമുള്ള ആളാണ് മനുഷ്യൻ, നല്ല ഉയരം കൂടിയ ആളാണ് മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഉയരം കൂടിയ മനുഷ്യരുണ്ട്. പക്ഷെ മനുഷ്യന്റെ ലക്ഷണം എന്ന് പറയുന്നത് 6 അടി ഉയരമാണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും 6 അടി ഉയരം ഉണ്ടായിരിക്കണം. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിവർഗത്തിൽ മുഴുവൻ ആ ലക്ഷണം ചേരണം. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന മുഴുവൻ ജീവിവർഗത്തിലേക്കും ചേരാവുന്ന ഏത് ലക്ഷണമാണുള്ളത്? നമുക്ക് ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ മാനദണ്ഡത്താൽ നിർവചിക്കാൻ സാധിക്കുന്ന ഏത് ലക്ഷണമാണുള്ളത്? ആ ലക്ഷണമായിരിക്കും മനുഷ്യന്റെ ജാതിയായിട്ട് നമുക്ക് കൽപ്പിക്കാൻ സാധിക്കും. മനുഷ്യന്റെ ജാതി ബ്രാഹ്മണ്യമാണെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ജാതി ക്ഷത്രിയത്വമാണെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ജാതി ഏതെങ്കിലും മതപരമായ ഒരു സംജ്ഞയെടുത്ത് പറഞ്ഞാൽ, മനുഷ്യന്റെ ജാതി വെളുത്തതാണെന്ന് പറഞ്ഞാൽ, ഇതൊന്നും എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കില്ല, എല്ലാ മനുഷ്യരിലും ചേരില്ല. എല്ലാ മനുഷ്യരിലും ചേരുന്ന ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടോ? ഉണ്ട്. ആ ലക്ഷണത്തിന്റെ പേരെന്താണ്? മനുഷ്യത്വം. മനുഷ്യത്വം എന്ന മാനദണ്ഡം എടുത്തു കഴിഞ്ഞാൽ ആ മാനദണ്ഡത്തിലേക്ക് നമുക്ക് ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ചേർക്കാൻ സാധിക്കും. ചോദിക്കട്ടെ, മനുഷ്യത്വത്തിൽ പെടാത്ത ഏത് മനുഷ്യനാണുള്ളത്?
ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ മനുഷ്യനും മനുഷ്യത്വം എന്ന് പറയുന്ന ആ ലക്ഷണത്തിൽ പെടുന്നു. എന്താണ് മനുഷ്യത്വം? മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മള് മലയാളത്തില് മനുഷ്യത്വം എന്നൊക്കെ പറയാറുണ്ട്. അവൻ നല്ലൊരു മനുഷ്യത്വമുള്ള ആളാണ്. അതല്ല മനുഷ്യത്വം. തസ്യ ഭാവഃ ത്വത്തല് എന്നൊരു സൂത്രമുണ്ട് വ്യാകരണത്തിൽ. അതിന്റെ ഭാവത്തെ കുറിക്കാൻ ത്വ പ്രത്യയം ചേർക്കുന്നു, തല് പ്രത്യയം ചേർക്കുന്നു. അങ്ങനെ ഒരു പ്രത്യയമാണ് ത്വ പ്രത്യയം. ആ ത്വ പ്രത്യയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒന്നിന്റെ സ്പീഷീസിനെ, ഒന്നിന്റെ ജീവിവർഗത്തെ കുറിക്കാൻ വേണ്ടി നമുക്ക് ത്വ പ്രത്യയം ചേർക്കാം. പശുത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പശുക്കളെയും മനസ്സിലാക്കാം, ലോകത്തിലുള്ള എല്ലാ പശുക്കളെയും മനസ്സിലാക്കാം. വാനരത്വം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മുഴുവൻ കുരങ്ങന്മാരെയും, എല്ലാ കുരങ്ങന്മാരെയും മനസ്സിലാക്കും. അപ്പൊ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യനിലും അനുസ്യൂതമായിട്ട് നിലനിൽക്കുന്ന ഒരു ജീവി വർഗം എന്ന ഒരു ബോധത്തെയാണ് മനുഷ്യത്വം എന്ന വാക്കിലൂടെ അർത്ഥമാക്കേണ്ടത്. മലയാളത്തിലുള്ള നല്ല മനുഷ്യത്വമുള്ളവനാണ് എന്ന ഗുണത്താലല്ല, മറിച്ച് മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസ്, ആ ജീവിവർഗം, ആ ജീവിവർഗത്തെ സൂചിപ്പിക്കുവാനാണ് മനുഷ്യത്വം എന്ന വാക്ക് ഗുരുതൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കും, മനുഷ്യത്വത്തിലൂടെ നമുക്ക് മനുഷ്യത്വത്തിൽ നിന്ന് ഭിന്നമായ ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുമോ? ആഫ്രിക്കക്കാരനാകട്ടെ, ഏഷ്യക്കാരനാകട്ടെ, യൂറോപ്യനാകട്ടെ, വെളുത്തവനാകട്ടെ, കറുത്തവനാകട്ടെ, ഇന്ന് നിലനിൽക്കുന്ന ജാതികളെടുത്താൽ ഇടവനാകട്ടെ, നായരാകട്ടെ, നമ്പൂതിരിയാകട്ടെ, ശൂദ്രനാകട്ടെ, വൈശ്യനാകട്ടെ, ആരുമാകട്ടെ, ഇവരെല്ലാവരും തന്നെ എന്താണ്? മനുഷ്യനിൽ പെടുന്നു. മനുഷ്യനിൽ പെടാത്ത, മനുഷ്യത്വം ഇല്ലാത്ത, മനുഷ്യൻ എന്ന ജീവിവർഗത്തിൽ പെടാത്ത ഏതെങ്കിലും ബ്രാഹ്മണനെയോ, ഏതെങ്കിലും വൈശ്യനെയോ, ഏതെങ്കിലും സ്വദേശിയെയോ, ഏതെങ്കിലും വിദേശിയെയോ കാണിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ലക്ഷണത്തിന് 3 പ്രകാരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവരുത്. മനുഷ്യത്വം എല്ലാ മനുഷ്യവർഗത്തിലും അനുസ്യൂതം തുടരുന്നു. മനുഷ്യത്വം ഇല്ലാത്ത, ആ സ്പീഷീസിൽ പെടാത്ത ഒരു മനുഷ്യനുമില്ല. അപ്പൊ അവ്യാപ്തി ദോഷമില്ല. ഇനിയോ മനുഷ്യത്വം മനുഷ്യവർഗത്തിനെ മറികടന്ന് മറ്റ് ജീവജാലങ്ങൾക്ക് പോകുന്നില്ല. പശുക്കൾക്ക് മനുഷ്യത്വമില്ല, വാനരന്മാർക്ക് മനുഷ്യത്വമില്ല. മനുഷ്യത്വം കേവലം മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അതിവ്യാപ്തി ദോഷവുമില്ല. ഇനി നോക്കൂ, മനുഷ്യത്വം അസംഭവ ദോഷയുക്തവുമാണ്. മനുഷ്യത്വം ഉണ്ട്, ഇല്ലാത്തതല്ല. അപ്പൊ ദോഷത്രയങ്ങളാൽ മുക്തമായിരിക്കുന്ന മനുഷ്യത്വം എന്നതാണ് മനുഷ്യന്റെ ജാതി എന്ന് നമുക്ക് ദാർശനികമായിട്ട് സ്വീകരിക്കാം. ഇപ്പൊ സ്വാമി തൃപ്പാദങ്ങള് ജാതി ഇല്ലാന്നല്ല പറഞ്ഞത്, മറിച്ച് ജാതി ഉണ്ട് എന്ന് പറഞ്ഞു. ആ ജാതിയാകട്ടെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കോർത്തിണക്കുന്ന ഒരു ഘടകമായിരിക്കും. അത് കേവലം മനുഷ്യത്വം മാത്രമാണ്. അപ്പൊ ആ മനുഷ്യത്വത്തെ ഒരു ജാതിയായിട്ട് എടുത്താൽ ഇവിടെ ജാതി ഒന്നാണെന്ന് സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ജാതി ഏക, ജാതി ഒന്നാണ്. ഏത് ജാതി? മനുഷ്യത്വം എന്ന ആ ജാതിയെ നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജാതി ഏകമാണ്. അപ്പൊ ഗുരുവിന്റെ ഈ ഒരു ദർശനമാണ് ഹിന്ദുമതത്തിനെ വലിയ രീതിയിൽ പരിവർത്തനപ്പെടുത്തിയത്. ഹിന്ദുമതത്തിന്റെ ആശയം എന്തായിരുന്നു? ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജന്മം കൊണ്ട് നിങ്ങൾക്ക് വർണ്ണം ലഭിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കർമ്മം കൊണ്ട് വർണ്ണം ലഭിക്കുന്നു. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ല ഒരു മനുഷ്യന്റെ ജാതിയെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് അവനിൽ അനുസ്യൂതമായി തുടരുന്ന മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ആ ജാതിയാൽ ലോകത്തിലെ സർവ്വ മനുഷ്യരും ഏക ജാതിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഞാനും നിങ്ങളും അവനും മറ്റേയാളും ഇപ്പുറത്തെ ആളും എല്ലാവരും തന്നെ മനുഷ്യത്വം എന്ന ഒരൊറ്റ ജാതിയിൽപ്പെട്ടവരാണ്. എന്താണ് നിന്റെ ജാതി? എന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ജാതിയായി തീർന്നിരിക്കുന്നു. നമ്മുടെ ജാതി, നമ്മുടെ കൂട്ടർ തന്നെയാണ് അവരും, അവരുടെ കൂട്ടർ തന്നെയാണ് നമ്മളും, ഒറ്റ ജാതിയായിട്ട്. അപ്പൊ നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞു കർമ്മം കൊണ്ടുള്ള വർണ്ണമാണ്. കർമ്മം കൊണ്ടുള്ള വർണ്ണവാദം പിന്നീട് ഭാരതത്തിൽ പ്രബലമായി തീർന്നു. അതിനൊരു പ്രായോഗികമായ ഒരു രൂപം കൈവന്നില്ല. അപ്പൊ ഇതിന്റെ മുമ്പ് ഒരു ശ്ലോകത്തിൽ പറഞ്ഞു ഹിന്ദുമതത്തിന്റെ ദർശനം എന്ന് പറയുന്നത് അത് വിശ്വോത്തരമായ ഒരു ദർശനമാണ്. പക്ഷെ ആ ദർശനം ഒരു സാമൂഹ്യ ജീവിത തലത്തിലേക്ക് വന്ന സമയത്ത്, ഒരു സാമൂഹ്യ ജീവിതത്തെ
പ്രാപിച്ച സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന ഏകത്വ ദർശനത്തിൽ നിന്നും തീർത്തും വിഭിന്നമായിരിക്കുന്ന, തീർത്തും വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതമാണ് ഉണ്ടായിരിക്കുന്നത്. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം സത്ത ഒന്നാണെന്ന് നമ്മുടെ ദർശനം പറയുന്നു. അതേസമയം പ്രായോഗികമായ സാമൂഹ്യ ജീവിതമാകട്ടെ ഭിന്നതകളെ കൽപ്പിക്കുന്നു. അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, അവനെ തൊട്ടുകൂടാത്തവനാണ്, അവനെ തീണ്ടിക്കൂടാത്തവനാണ്. അപ്പൊ ഏകത്വത്തെ പറയുന്ന ഒരു ദർശനം എങ്ങനെ അത് പ്രായോഗിക ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഭിന്നതയെ കൈക്കൊണ്ടു? ഭിന്നതയെ കൈക്കൊണ്ടത് ഈ ചാതുർവർണ്ണ്യം കൊണ്ടാണ്. ജന്മം കൊണ്ടുള്ള ചാതുർവർണ്ണ്യവാദം കൊണ്ടും കർമ്മം കൊണ്ടുള്ള ചാതുർവർണ്ണ്യവാദം കൊണ്ടും രണ്ടുകൊണ്ടും എന്ത് സംഭവിച്ചു? മനുഷ്യ സമൂഹത്തിൽ ഭിന്നത വന്നു. ഇവിടെയാണ് ഗുരു പറയുന്നത്, നിങ്ങൾക്ക് മനുഷ്യ സമൂഹത്തില് ഒരു ജാതിയെ സ്വീകരിക്കണമെങ്കിൽ അത് മനുഷ്യത്വത്തെ സ്വീകരിക്കും. അപ്പൊ നോക്കൂ, പ്രായോഗിക തലത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ ഹിന്ദുമതം ഉന്നയിച്ചിരിക്കുന്ന ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നില്ല. ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും നിലക്ക് ഹിന്ദുമതം കൽപ്പിച്ചിരിക്കുന്ന ജാതി വ്യവസ്ഥയെ, ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നു നമുക്ക് ആർക്കെങ്കിലും സമർത്ഥിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് രണ്ട് പ്രകാരത്തിലുമുള്ള ചാതുർവർണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ജന്മം കൊണ്ടുള്ള ചാതുർവർണ്ണത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അയ്യോ, ജന്മം കൊണ്ടല്ല, നമുക്ക് നല്ല കർമ്മം ചെയ്ത് ബ്രാഹ്മണ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രാഹ്മണനായി തീരാം. അതുകൊണ്ട് കർമ്മം കൊണ്ടുള്ള ബ്രാഹ്മണ്യം കുറച്ചും കൂടി യുക്തിസഹമല്ലേ, അത് ശരിയല്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനെയും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നോക്കൂ, നമ്മുടെ കഴിഞ്ഞ ശ്ലോകത്തിൽ, കഴിഞ്ഞല്ല, ജാതി നിർണയത്തില് ന ബ്രാഹ്മണാദിരസേവം ഹാ തത്വം വേത്തി കോപിനഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന ഈ തത്വം, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്, അത് ബ്രാഹ്മണാദികളല്ല. ന ബ്രാഹ്മണാദി എന്ന വാക്കിലൂടെ എന്ത് മനസ്സിലാക്കാം? ജന്മം കൊണ്ടുള്ള വർണ്ണവാദത്തെയും നിഷേധിച്ചു, കർമ്മം കൊണ്ടുള്ള വർണ്ണവാദത്തെയും നിഷേധിച്ചു. കർമ്മം കൊണ്ട് വർണ്ണമില്ല, ജന്മം കൊണ്ട് വർണ്ണമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരാളെ കർമ്മം കൊണ്ട് അയാള് ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണെന്ന് നിശ്ചയിക്കാൻ സാധിക്കുക? നമ്മൾ പറയുന്നു സത്വോപസർജനമായിട്ട്, രജോപസർജനമായിട്ട് ഇന്നിന്ന ഗുണങ്ങൾ വരുമ്പോൾ അയാള് ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണെന്ന് പറയുന്നു നവീന വേദാന്തികൾ. ചോദിക്കട്ടെ, ഈ ഗുണങ്ങളുടെ അനുസ്യൂതം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ ഒരു ഗുണം ശാശ്വതമായിട്ട് ഒരിക്കലും നിൽക്കില്ല. സത്വഗുണം മാത്രം മുമ്പിൽ നിൽക്കുന്നു. എല്ലാ കാലത്തും ആജീവനാന്തം സത്വഗുണം മാത്രം ഉയർന്നു നിൽക്കുന്നു. അതുകൊണ്ട് അയാൾ സത്വഗുണ സമ്പന്നനായ ബ്രാഹ്മണനാകും എന്ന് പറയാൻ സാധിക്കില്ല. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ മാറി മാറി നിൽക്കുന്നു. നാം വളരെ സാത്വികനായ വ്യക്തി എന്ന് കരുതുന്ന ആള് പോലും അയാളുടെ മനസ്സിൽ രജോ ഗുണത്തിന്റെ ആധിക്യം പലപ്പോഴും ഉണ്ടാകും. ഒരു വ്യക്തിക്ക് നന്നായിട്ട് പ്രഭാഷണം നടത്തണമെങ്കിൽ, നന്നായിട്ട് അധ്യാപനം ചെയ്യണമെങ്കിൽ ആ വ്യക്തിയിൽ സത്വഗുണം വേണം. ആ വ്യക്തി രാവിലെ പോയി 3 മണിക്കൂർ പ്രഭാഷണം നടത്തി, ആ സമയത്ത് നല്ല സത്വഗുണം. തിരിച്ച് കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വന്നു, ഡ്രൈവിംഗ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് രജോ ഗുണം വേണം. രജോ ഗുണം ഇല്ലാതെ ഡ്രൈവിംഗ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ക്രിയാശക്തി ഉണ്ടാക്കുന്നത് രജസാണ്. അപ്പൊ പ്രഭാഷണം ചെയ്ത വ്യക്തിയിൽ നിന്ന് പ്രഭാഷണ വേളയിൽ ഉയർന്നു നിന്ന സത്വഗുണം താഴോട്ട് വന്ന് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ രജോ ഗുണം മേൽപോട്ട് വന്നു. അദ്ദേഹം വീട്ടിലെത്തി, ക്ഷീണം, വിശ്രമിക്കണമെങ്കിൽ, നമ്മെ നിദ്രയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ തമോ ഗുണത്തിന് ആധിക്യം വേണം. തമസ്സാണ് മനുഷ്യനെ നിദ്രയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ നോക്കൂ, രാവിലെ സത്വഗുണമുള്ള വ്യക്തി ഉച്ചയ്ക്ക് രജോ ഗുണമായി, ഉറങ്ങുന്ന സമയത്ത് തമോ ഗുണം വർദ്ധിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തിയെ നമുക്ക് സത്വഗുണ സമ്പന്നനായ ബ്രാഹ്മണൻ എന്ന് പറയാൻ സാധിക്കുക? ഗുണങ്ങളുടെ ആധാരത്തിലാണ്, കർമ്മത്തിന്റെ ആധാരത്തിലാണ് ബ്രാഹ്മണ്യം എങ്കിൽ ആ ഗുണങ്ങൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ ബ്രാഹ്മണനായ വ്യക്തി ഉച്ചയ്ക്ക് ക്ഷത്രിയനാകുന്നു, വൈകിട്ട് രാത്രിയാകുന്നു. അതുകൊണ്ട് കർമ്മം കൊണ്ടുള്ള ജാതിവാദവും കർമ്മം കൊണ്ടുള്ള ചാതുർവർണ്ണ്യവാദവും ഉചിതമല്ല. ഇത് ആവർത്തിച്ച് പറയാൻ കാരണം, നമുക്ക് ഈ ഇത്തരം ദർശനങ്ങളെ ആഴത്തിൽ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജിജ്ഞാസുകൾക്ക് വരുന്ന വലിയൊരു ആശയക്കുഴപ്പമാണ് ജാതി എന്ന് പറയുന്നത്. നോക്കൂ, ജന്മം കൊണ്ടല്ല കേട്ടോ ജാതി. നമ്മൾ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാകുന്നത്, അതൊക്കെ തെറ്റാണ്. കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത്. കർമ്മമാണ് ജാതിയെ നിർണ്ണയിക്കുന്നത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഈ രണ്ട് വാദവും തെറ്റാണ്. ജന്മം കൊണ്ടും ബ്രാഹ്മണനില്ല, കർമ്മം കൊണ്ടും ബ്രാഹ്മണനില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ന ബ്രാഹ്മണാദിരസ്യ. അസ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ളതിന്റെ സർവനാമമാണ് അസ്യ. മനുഷ്യന് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ബ്രാഹ്മണ്യ
വർണ്ണങ്ങളില്ല. പിന്നെ അവന്റെ ജാതി എന്താണ്? പിന്നെ അവന്റെ ജാതി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും അനുസ്യൂതം വ്യാപിച്ചിരിക്കുന്ന, എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന ജാതിയാണ്. ആ മനുഷ്യത്വമാകട്ടെ ദോഷത്രയ വിലക്ഷണങ്ങളാണ്, ദോഷത്രയങ്ങൾ ഇല്ലാത്തതാണ്. എങ്ങനെയാണോ പശുക്കൾക്ക് പശുത്വം ജാതിയായിരിക്കുന്നത്, ഇപ്പൊ പശുത്വ ജാതിയിൽ നിന്ന് ഭിന്നമായ ഒരു പശുവിനെ കാണിക്കാൻ സാധിക്കുമോ? പശുവർഗത്തിൽ നിന്ന് ഭിന്നമായ ഒരു പശുവിനെ കാണിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. വാനരവർഗത്തിൽ നിന്ന് ഭിന്നമായ ഒരു കുരങ്ങനെ കാണിക്കാൻ സാധിക്കുമോ? വാനരവർഗം എന്ന സംജ്ഞയിൽ ലോകത്തിലെ എല്ലാ കുരങ്ങന്മാരും പെടുന്നു. അതുകൊണ്ടാണ് ഗോത്വം ഗവാം യഥ എന്നൊരു ദൃഷ്ടാന്തം അവിടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. പശുക്കളിലെല്ലാം തന്നെ പശുത്വം എന്ന ജാതി വ്യാപിച്ചിരിക്കുന്നു. അതേപോലെ മനുഷ്യനിൽ കൽപ്പിക്കപ്പെട്ട മനുഷ്യന്റെ ജാതിയാണ് എന്ത്? മനുഷ്യത്വം. ആ മനുഷ്യത്വം എന്ന മാനദണ്ഡത്താൽ നമുക്ക് ഈ ലോകത്തിലെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ എല്ലാ മനുഷ്യരെയും നമുക്ക് ചേർക്കാം. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഒരൊറ്റ അളവ് പോലിൽ ചേർക്കാനുള്ള ഒരേ ഒരു മാനദണ്ഡം മനുഷ്യത്വം എന്ന് പറയുന്ന ജാതിയാണ്. മറ്റേത് എന്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരിക്കലും എല്ലാ മനുഷ്യരെയും ഒരൊറ്റ ജാതിയായിട്ട് നിർവചനം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നോക്കൂ, എത്ര ഉത്കൃഷ്ടമാണ് ഗുരുവിന്റെ ഫിലോസഫി, എത്ര ഉയർന്നൊരു മാനവ ദർശനമാണ് ഗുരുവിൻ്റെത്. നമ്മൾ ലോകത്ത് ഇന്നോളം ഉദയം ചെയ്ത എല്ലാ ദർശനങ്ങളും പഠിച്ചു നോക്കൂ. ഒന്നുകിൽ മനുഷ്യനെ തൊഴിലാളി മുതലാളി എന്നായിട്ട് വർഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ ബ്രാഹ്മണന് ക്ഷത്രിയൻ എന്നായിട്ട് വർഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ വിശ്വാസി അവിശ്വാസിയായിട്ട് വർഗീകരിച്ചിരിക്കുന്നു. മനുഷ്യനെ ഒരു നിലക്കും ഒരു തരത്തിലും വർഗീകരിക്കാത്ത ഒരു ആശയമാണ് സ്വാമി തിരുപ്പാദങ്ങൾ പറഞ്ഞത്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് ലോകത്തിൽ പറഞ്ഞ ഒരൊറ്റ ദർശനം ഗുരുവിന്റെ ദർശനമാണ്. ബാക്കി ഒരു ദർശനത്തിലും മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ദർശനത്തിലും. അതിന് ഭൗതികമായ കാഴ്ചപ്പാടുള്ള മെറ്റീരിയലിസം ആകട്ടെ, ഇനി ആധ്യാത്മിക ദർശനമാകട്ടെ, സാമൂഹ്യ ദർശനമാകട്ടെ, നമ്മൾ മറ്റുള്ള ദർശനങ്ങളെ ആക്ഷേപിക്കുകയല്ല, വസ്തുതയെ പറയുക. നിങ്ങൾ ഇന്ന് നിലവിലുള്ള ഏത് മതദർശനം അല്ലെങ്കിൽ ഏത് സാമ്പത്തിക ദർശനം, ഏത് ഫിലോസഫി എടുത്തു നോക്കൂ. ഏത് ഫിലോസഫി എടുത്തു കഴിഞ്ഞാൽ ആ ഫിലോസഫിയിലെല്ലാം മനുഷ്യനെ പല തട്ടിലാക്കി വിഭാജനം ചെയ്തിരിക്കുന്നു. മനുഷ്യനെ ഒരൊറ്റ തട്ടിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കേവലം എന്താണ്? ഗുരുവിന്റെ ദർശനം മാത്രമാണ്. ഗുരു പറഞ്ഞു മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. നമുക്ക് എത്ര ഉന്നതമായൊരു സാമൂഹ്യ വീക്ഷണമാണ്. പേരൂര് തൊഴിലി മൂന്നും പോരും, ആയത് കേൾക്കുക, ആരും നീ എന്ന് കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊൽകിയാൽ എന്ന് ഗുരു പറഞ്ഞു. ഒരാളിങ്ങനെ മുമ്പിലൂടെ കടന്നു പോകുന്നു. മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയോട് പേര് ചോദിക്കാം, വേണമെങ്കിൽ നാട് ചോദിക്കാം, വേണമെങ്കിൽ ജോലി ചോദിക്കാം, തൊഴിൽ ചോദിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ സന്യാസിമാരെ കണ്ടാൽ ഉടനെ സന്യാസിമാരോട് ചോദിക്കുക, എവിടെയാ നിങ്ങളുടെ നാട്, എവിടെയാ വീട്? അത് വടക്കേണ്ടിയില്ല. നമ്മുടെ വടക്കൻ ഭാരതത്തിൽ ആ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ കേരളത്തിൽ ചോദിക്കാറ്. സന്യാസിയെ സംബന്ധിച്ച് വിരജാഹോമം ചെയ്ത് അവന്റെ പൂർവാശ്രമമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചാണ്. പിന്നെ അവനോട് പ്രത്യേകിച്ച് എവിടെയാണ് വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് എല്ലാവരോടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ചോദിക്കാം, എന്താണ് ജോലി എന്ന് ചോദിക്കാം. നീ ആര് എന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. എന്തുകൊണ്ടാണ് ചോദിക്കേണ്ട കാര്യമില്ലാത്തത്? ആ വ്യക്തിയെ കണ്ടാൽ നമുക്കറിയാം ആ വ്യക്തി മനുഷ്യനാണോ, ഈ മനുഷ്യനിൽ സ്ത്രീയാണോ, പുരുഷനാണോ, പൂച്ചയാണോ, പട്ടിയാണോ. നമുക്ക് ഒരു രസകരമായ കാര്യം, നമുക്ക് ഒരു പൂച്ച ഇവിടെ ഇരിക്കുക, അപ്പുറത്തുകൂടെ വേറൊരു പൂച്ച ഇങ്ങനെ നടന്നു പോകും. ഈ പൂച്ചയ്ക്ക് അറിയാം എതിർഭാഗത്ത് കൂടി നടന്നു പോയത് എന്റെ വർഗത്തിൽപ്പെട്ട, എന്റെ ജാതിയിൽപ്പെട്ട ഒരു ജീവിയാണെന്ന് ആ പൂച്ചയ്ക്കറിയാം. ആ പൂച്ചയ്ക്ക് കൺഫ്യൂഷൻ വരുമോ? അത് പോകുന്നത് പൂച്ചയാണോ, പട്ടിയാണോ, മനുഷ്യനാണോ? ഒരിക്കലുമില്ല. എന്റെ ജാതിയിൽപ്പെട്ട മറ്റൊരു ജീവി പോകുന്നു. എന്നാൽ പൂച്ചയ്ക്ക് ഉറച്ച ബോധ്യമുണ്ട്, ഒരു പട്ടിക്ക് ഉറച്ച ബോധ്യമുണ്ട്, ഏതൊരു മൃഗത്തിനും ഉറച്ച ബോധ്യമുണ്ട്, എന്റെ ജാതിയിൽപ്പെട്ട മറ്റൊരു മൃഗം അതാ പോകുന്നു എന്നുള്ളത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നു, മറ്റൊരു മനുഷ്യൻ പോയാൽ മനുഷ്യൻ ഉറപ്പുണ്ടോ എന്റെ ജാതിയിൽപ്പെട്ട മൃഗമാണെന്ന്? മനുഷ്യൻ ഇങ്ങനെ കരുതും, ഇവൻ ഏത് കരക്കാരനാണ്, ഇവൻ ഏതാണ്, നമ്മുടെ കൂട്ടരാണോ അവന്റെ കൂട്ടരാണോ? നമുക്ക് മനുഷ്യന്റെ വിവേകശക്തി എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് കുറഞ്ഞിരിക്കുന്നു? കാരണം മനുഷ്യന്റെ യഥാർത്ഥമായ ആ ഏകജാതിയെ കുറിച്ചുള്ള അറിവില്ലാത്തതിനാൽ. ഏകജാതിയെ കുറിച്ച് അറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ കൂട്ടർ തന്നെയാണ്, സ്വജാതി തന്നെയാണ്. നമ്മുടെ ജാതി അല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്ത് എവിടെയുമില്ല.
അപ്പൊ വേദാന്തികള് ഭാരതീയ ദർശനം പറയുന്നു, ഇവിടെ ബ്രഹ്മം എന്നുള്ളത് ഏകമാണ്, അദ്വയ സത്യമാണ്, ഭിന്നതയില്ല. പക്ഷെ അത് പാരമാർത്ഥികമായ ഒരു തലത്തിൽ മാത്രമേ, ഒരു ഉയർന്ന ആധ്യാത്മിക തലത്തിൽ മാത്രമേ നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കൂ. നമുക്ക് ഇങ്ങനെ മനുഷ്യൻ ഒന്നാണെന്നൊക്കെ പറയുന്ന പല ശ്ലോകങ്ങളും നമ്മുടെ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും. ജാതി നീതി കുല ഗോത്ര ദൂരകം എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. ബ്രഹ്മതത്വമസി ഭാവയാത്മനി. പണ്ടെഴുതിയാണ് ജാതി നീതി കുലം ഗോത്രം ഇതിൽ നിന്നൊക്കെ ദൂരെയാണ്, ഇവന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, ഇവൻ എന്നെക്കാൾ താഴ്ന്നവനാണ് എന്നിങ്ങനെ വ്യവഹാരത്തിൽ ഭിന്നതകളെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് വ്യവഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് സത്യം ഏകത്വമാണ്. അത് ഏത് നിലയ്ക്ക്? അത് പാരമാർത്ഥികമായ ഒരു ഉയർന്ന നിലയ്ക്ക് എന്ന് പറയുന്നു. അതുകൊണ്ട് വ്യവഹാര സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ മനുഷ്യനെ വിഭാജനം ചെയ്തിരിക്കുന്നത് എന്നും പറയുന്നു. പക്ഷെ ഗുരു പറയുന്നു, വ്യവഹാര സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിവുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്പീഷീസിന്റെ ആധാരത്തിൽ ചെയ്യും, ജൈവികമായ ആധാരത്തിൽ ചെയ്യും. ഇത് മനുഷ്യവർഗത്തിൽപ്പെട്ടയാൾ, ഇത് പൂച്ചവർഗം, ഇത് പശുവർഗം, ഇത് വാനരവർഗം. അപ്പൊ ഭിന്നതകളെ അഥവാ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവിന്റെ ദർശനം ഭിന്നതകളെ സ്വീകരിക്കുന്നില്ല, അഥവാ ഭിന്നതകളെ നമ്മുടെ വ്യവഹാര സൗകര്യത്തിന് വേണ്ടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യത്വം, പശുത്വം, വാനരത്വം ഇപ്രകാരം സ്പീഷീസിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നതകളെ കാണും. നോക്കൂ, എത്രമാത്രം ഉയർന്നൊരു ദർശനമാണ്. അല്ലാതെ ഒരു നിലയ്ക്കും ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊണ്ടോ ഒരു വർണ്ണവാദത്തെയും സ്വാമി തിരുപ്പാദങ്ങളുടെ ദർശനമോ ഗുരുദേവനോ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നാം ബ്രാഹ്മണാദി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഹാ തത്വം വേത്തി കോപിനഹ, അത് ഈ ശ്ലോകത്തിലില്ല, നമ്മുടെ ജാതി നിർണയത്തിലുണ്ട്. ഹാ തത്വം വേത്തി കോപിനഹ. കഹ എന്ന് പറയുന്ന സംസ്കൃതത്തിൽ ആരാണ്? എന്താ അർത്ഥം? കഹ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. ആര്? ഈ തത്വം ആരും തന്നെ അറിയുന്നില്ല. ഏത് തത്വം? ഏത് തത്വമാണ്? മനുഷ്യന്റെ ജാതി ബ്രാഹ്മണ്യമോ ക്ഷത്രിയത്വമോ അല്ല, മറിച്ച് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്നുള്ള മഹാതത്വം കോപിനഹ ന വേത്തി, ആരും തന്നെ അറിയുന്നില്ല. ആരും തന്നെ എന്ന് പറയുമ്പോൾ അങ്ങ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായ ഋഷി പരമ്പര തൊട്ട് ഇങ്ങോളം എടുത്തു കഴിഞ്ഞാൽ ഒരു വിദ്വാനും തന്നെ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ജന്മം കൊണ്ട് ഇന്ന ജാതി, അല്ലെങ്കിൽ കൊണ്ട് കർമ്മം കൊണ്ട് ഇന്ന ജാതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നോക്കൂ, കഹ എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ ആര് എന്നുള്ള അർത്ഥമുണ്ട്. കഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന അർത്ഥമുണ്ട്. വേദത്തിൽ കസ്മൈ ദേവായ ഹവിഷോ വിധേമ എന്നൊരു മന്ത്രമുണ്ട്. കകാരമാകുന്ന ആ ദേവനായിക്കൊണ്ട് ഞാൻ ഹവിസിനെ അർപ്പിക്കുന്നു. കകാരം എന്ന് പറഞ്ഞാൽ ക എന്നുള്ള വർണ്ണം ഒരു ദേവന്റെ പ്രതീകമാണ്, ബ്രഹ്മാവിന്റെ പ്രതീകമാണ്. ചുരുക്കി പറഞ്ഞാൽ ഹാ തത്വം വേത്തി കോപിനഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പോലും, ഈ സനാതന ധർമ്മത്തിന്റെ ആദിയിലുള്ള ബ്രഹ്മാവ് പോലും ഈ ഒരു തത്വത്തെ, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്നുള്ള ആ ഒരു ദർശനത്തെ അറിയുന്നില്ല എന്ന് ഗുരു പറയുക. നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ഉപസംഹരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം.